തിരുവനന്തപുരം പാറശാല, പനച്ചമൂട്, പുലിയൂർശാല ഭാഗത്തെ വീടുകളിലെ കിണറുകളിൽ പെട്രോൾ സാന്നിധ്യം സമീപത്തെ പമ്പിൽ നിന്ന് ഒഴുകിയെത്തുന്നതെന്നാണ് പരാതി. കുടിക്കാൻ വെള്ളമില്ലാതെ ദുരിതത്തിലാണ് നാട്ടുകാർ. അവരുടെ പ്രതികരണം കൂടി ഒന്ന് കാണാം. തമിഴ്നാട്ടിലെ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ ലീക്കാവുന്നത് നിമിത്തം ഈ നാട്ടിലെ എല്ലാ കിണറുകളിലും കുടിവെള്ളത്തിൽ പെട്രോളിൻ്റെ അംശമാണുള്ളത്. ആർക്കും കുടിവെള്ളം ഉപയോഗിക്കുവാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. കേരളത്തിൽ മാത്രമുള്ള ഒരു വിഷയമല്ലാത്തതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തോ നമ്മുടെ ജനപ്രതിനിധിയോ വിചാരിച്ചിട്ട് മാത്രം ഇവിടെ ഒരു കാര്യവും നടക്കുവാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. ഞങ്ങൾ രാത്രിയായാൽ ഞങ്ങൾക്ക് കിടക്കാൻ പാടില്ല. ഈ പെട്രോൾ നാറി ഞങ്ങൾക്ക് ഉറക്കം വരണില്ല. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. കൊച്ചുങ്ങളെ ഞാൻ എവിടെ പറഞ്ഞയക്കാൻ? ആരെങ്കിലും തീ ഇടണമെങ്കിൽ ഞങ്ങളെല്ലാം പറ്റി എരിഞ്ഞുകൊണ്ട് പോകും. നമ്മുടെ വീട്ടിൽ നിന്ന് കോരിയ വെള്ളമാണിത്. ഇത് കുടിവെള്ളമാണോ ഇത് പെട്രോൾ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അറിയാതെ ഒരാൾ വെറുതെ ഒരു തീ കഷ്ണം ഇട്ടാൽ പോലും ഇവിടെ തീ സ്ഫോടനം ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ജിവിൻ ജെബിയാണ് വിവരങ്ങളുമായി ചേർന്നത്. ജിവിൻ, അത്യന്തം ഗൗരവതരമായ സ്ഥിതിയാണ്, സാഹചര്യമാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നതാണ്. ഈ പെട്രോൾ പമ്പിൽ ചോർച്ചയുണ്ടെങ്കിൽ ആ ടാങ്കിലെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകേണ്ടതാണ്. അതേസമയം തന്നെ നമ്മുടെ ആരോഗ്യ വിഭാഗം, പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗം അടക്കം മറ്റ് സർക്കാർ സംവിധാനം അടക്കം വേഗത്തിൽ ഇടപെടേണ്ട ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകാതെ പോകുന്നത്? രതീഷ്, അത് തന്നെയാണ്. അതായത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഭാഗത്ത് നിലനിൽക്കുന്നത്. ഇത് പാറശാല ഈ ഒരു സംസ്ഥാന പാതയിലാണ്. ഈ പുലിയൂർശാല എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പെട്രോൾ പമ്പിലെ ഹിന്ദുസ്ഥാൻ പെട്രോൾ പമ്പിൻ്റെ എതിർവശത്തുള്ള റോഡിൻ്റെ എതിർവശത്തായിട്ടുള്ള വീടുകളിലേക്കാണ് അവിടെ നിന്ന് ചോർന്നൊലിക്കുന്ന പെട്രോൾ ഒലിച്ചെത്തുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഒരു പരാതി തുടരുന്നുണ്ട്. പക്ഷേ ഈ പെട്രോൾ പമ്പ് ഇരിക്കുന്ന സ്ഥലം തമിഴ്നാടിൻ്റെ പരിധിയിലായതിനാൽ തങ്ങൾക്ക് ഇടപെടാൻ സാധിക്കില്ല എന്നാണ് ഇവർ പരാതി നൽകിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലെ അധികൃതർ ഇവരോട് പറയുന്നത്. പ്രത്യേകിച്ച് പഞ്ചായത്തിലായിരുന്നാലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നാലും ഒക്കെ തന്നെ ഈ നാട്ടുകാർ പലതവണ പരാതി നൽകി. പക്ഷേ ഈ പമ്പ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡിൻ്റെ പമ്പ് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശത്തായതിനാൽ തങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ സാധിക്കില്ല. അതിൽ വളരെയധികം പരിമിതികളുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ അധികൃതർ ഈ നാട്ടുകാരെയൊക്കെ തന്നെ അറിയിച്ചത്. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും. കാരണം ഒരു ചെറിയ തീപ്പെട്ടിക്കൊള്ളി അല്ലെങ്കിൽ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ആ പ്രദേശം ആകെ കത്തുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള കുടിവെള്ള പ്രശ്നമാണ് ഈ സ്ഥലത്തുള്ള. കാരണം ഇവിടെ നിന്ന് ഈ റോഡിൻ്റെ എതിർവശത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ഒഴുകിയെത്തുന്ന, അവിടെ നിന്ന് ചോർന്നൊലിക്കുന്ന പെട്രോൾ ഒഴുകിയെത്തുന്നത് ഇവിടേക്കുള്ള ജലസ്രോതസ്സുകളിലേക്കാണ്. പ്രത്യേകിച്ച് ഈ വീടുകളിലുള്ള കിണറുകളിലേക്കും കുളങ്ങളിലേക്കുമാണ് അവിടെ നിന്നുള്ള പെട്രോൾ ഒഴുകിയെത്തുന്നത്. അത് ഈ വെള്ളത്തോട് ചേർന്നിട്ട് പോലും ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ തീ ആള് കത്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. കിണറിൽ നിന്ന് വെള്ളം കോരി കഴിഞ്ഞാൽ അത് പെട്രോൾ പമ്പിൽ നിന്നുള്ള പെട്രോളിൻ്റെ അതേ കളറിലും അതേ രൂപത്തിലാണ് ഉള്ളത്. ഒരു മാറ്റമില്ലാതെ വലിയ രീതിയിലുള്ള ഒരു പെട്രോൾ ചോർച്ച ആ പമ്പിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സംബന്ധിച്ച് ഇത്രയും വലിയ പരാതികൾ ഉയർന്നു. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കുടിവെള്ളം പ്രശ്നം ഇത്രയും രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പെട്രോൾ പമ്പ് ഉടമ തന്നെ നേരിട്ട് എവിടെയാണ് ഈ ചോർച്ച ഉണ്ടായത് എന്നുള്ള ഒരു കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും അധികൃതരുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടലാണ് അവിടെ ഏറ്റവും അനിവാര്യമെന്ന് പറയുന്നത്. കാരണം സംസ്ഥാന അതിർത്തിയല്ല ആണ് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ട് കാരണമല്ല. ഇവിടെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇത്രയും ഗൗരവമേറിയ ഈ ഒരു തീ പടർന്നു കഴിഞ്ഞാൽ, ചെറിയ രീതിയിലെങ്കിലും ഒരു സ്പാർക്ക് പടർന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശമാകെ തന്നെ കത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ജനങ്ങൾ, ഈ ജനപ്രതിനിധികളുടെയും പ്രത്യേകിച്ച് അധികൃതരുടെയും ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലാണ് ആ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.